ഹായ് എവ്രി വൺ. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെ ഒരു ഗ്രാഫ് സമ്മറൈസ് ചെയ്യാം. ബാർ ഗ്രാഫ് ആണ് എന്നുണ്ടെങ്കിൽ ദ ബാർ ഗ്രാഫ് ഷോസ് ദാറ്റ് ഓർ ദ ബാർ ഗ്രാഫ് സമ്മറൈസസ് ഓർ ദ ബാർ ഗ്രാഫ് ഇല്ലുസ്ട്രേറ്റ്സ്. ഇങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് തുടങ്ങാം. എന്നിട്ട് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതുക. ഓക്കെ, ഒരു ജനറൽ ഇംപ്രഷൻ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ എഴുതുക. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ സെക്കൻഡ് പാരഗ്രാഫിൽ തന്നിട്ടുള്ളത് ജോൺ ആൻഡ് പോൾ ഇവരുടെ PF ഡിഡക്ഷൻ, അതുപോലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എത്ര ശതമാനമുണ്ട്, എത്ര പെർസെൻറ്റേജ്, ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ്സ് നമ്മൾ കറക്റ്റ് എഴുതുക. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 120 വേർഡ്സ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ്. ഡ്രോപ്പ് ഷാർപ്ലി, ഇതുപോലത്തെ വേർഡ്സുകൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. റിമൈൻ സ്റ്റഡി, ഓക്കെ, ഫ്ലക്ച്വേറ്റ്, സ്റ്റേ ദ സെയിം, അതുപോലെ ഗോ അപ്പ് ലിറ്റിൽ, അതുപോലെ ഇൻക്രീസ് സ്ലൈറ്റ്ലി, ഫ്ലക്ച്വേറ്റ്, അതുപോലെ ഡിഗ്രി സ്ലൈറ്റ്ലി, സ്റ്റേ ദ സെയിം, കോൺസ്റ്റൻറ്റ്. ഇതുപോലത്തെ വേർഡ്സ് നമ്മൾ ട്രെൻഡ്സ് അഥവാ അപ്പോഴത്തെ ഫേസ് അറിയാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, പേജ് നമ്പർ 35 36 ഗ്രാഫിൻ്റെ പോർഷൻസ് പറയുന്ന പേജസിൽ പറയുന്നുണ്ട്. ഇതെല്ലാം നോക്കുക. ഓക്കെ, പിന്നെ അടുത്തത് ശ്രദ്ധിക്കുക, കൺക്ലൂഡിങ് പാരഗ്രാഫാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, തേർഡ് പാരഗ്രാഫ് കൺക്ലൂഡിങ് പാരഗ്രാഫ്. ഓക്കെ, കൺക്ലൂഡിങ് പാരഗ്രാഫ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെ ഇത് ബിഗിൻ ചെയ്യണം. ഇൻ കൺക്ലൂഷൻ, ഓക്കെ, ഇൻ കൺക്ലൂഷൻ ഓർ ടു സമ്മപ്പ് എന്നിങ്ങനെ ആവണം തുടങ്ങേണ്ടത്. ഓക്കെ, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താണോ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള ജനറൽ ഇംപ്രഷൻ അത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രാഫ് എങ്ങനെ സമ്മറൈസ് ചെയ്യാം എന്നാണ് പറയുന്നത്. 3 ടൈപ്പ് ഗ്രാഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദ ബാർ ഗ്രാഫ് ഷോസ് ദാറ്റ്, അല്ലെങ്കിൽ ബാർ ഗ്രാഫ് ഇല്ലുസ്ട്രേറ്റ്, അല്ലെങ്കിൽ ദ ബാർ ഗ്രാഫ് സമ്മറൈസസ്. പൈ ചാർട്ട് ആണെന്നുണ്ടെങ്കിൽ പൈ ചാർട്ട് ഷോസ് ദാറ്റ്, പൈ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ് ഓർ പൈ ചാർട്ട് സമ്മറൈസസ്. എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ഓരോന്നും എടുത്തെഴുതുക, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, തേർഡ് പാരഗ്രാഫ് വരുമ്പോൾ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ്, ഇൻ കൺക്ലൂഷൻ ഓർ ടു സമ്മപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, തുടങ്ങുക. ഇത്രയും കാര്യമാണ് ഗ്രാഫിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. സംശയം ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ലൈഡ് പ്രിപ്പറേഷൻ, എങ്ങനെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, സ്ലൈഡ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഓൾറെഡി അവരൊരു പാരഗ്രാഫ് തരും. ഇവിടെ തന്നിട്ടുള്ളത് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ള പാരഗ്രാഫാണ്. അപ്പോൾ ഈ പാരഗ്രാഫ് നല്ലവണ്ണം വായിക്കുക. ഓക്കെ, സ്ലൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്കെയിലും പെൻസിലും കയ്യിൽ എന്തായാലും കരുതണം. ഓക്കെ, ഓരോ സ്ലൈഡ് എന്ന് പറയുന്നത് ഓരോ ബോക്സ്, നമുക്ക് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഓരോ മാർക്കിന് ഓരോ സ്ലൈഡ് 5 സ്ലൈഡ് എന്തായാലും വരക്കണം. ഓക്കെ, 5 സ്ലൈഡ് വരച്ചതിന് ശേഷം ശ്രദ്ധിക്കാം, നമുക്ക് തന്നിട്ടുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ആ പാരഗ്രാഫ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന്. നമുക്ക് മറ്റൊരു പാരഗ്രാഫ് തരാം, തന്നിട്ടുള്ള പാരഗ്രാഫ് വൃത്തിയിൽ വായിക്കുക. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ടൈപ്സ് ഓഫ് ടൂൾസ്. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയത് മാത്രം പോലെ ഇതിൽ സബ് പോയിൻറ്റ്സ്, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ വരുന്ന സബ് പോയിൻറ്റ്സ് ചെയ്താൽ, ടൈപ്സ് ഓഫ് ടൂളിൽ വരുന്ന സബ് പോയിൻറ്റ്സ് ചെയ്താൽ, അതുപോലെ പവർ ടൂൾസ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് പറയുന്നുണ്ട്. ഓക്കെ, പവർ ടൂൾസ്, അതുപോലെ ഹാൻഡ് ടൂൾ. ഓക്കെ, അത് പറയുന്ന പോയിൻറ്റ്സ്. പിന്നെ പറയുന്നത് ഇത് രണ്ടും ഡിഫറൻസസ് പറയുന്നുണ്ട്. ഓക്കെ, ഡിഫറൻസസ് ബിറ്റ്വീൻ പവർ ടൂൾ ആൻഡ് ഹാൻഡ് ടൂൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വേണ്ട പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തുക. ഓക്കെ, സ്ലൈഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പാരഗ്രാഫ് ആക്കിയിട്ടല്ല എഴുതേണ്ടത്. സ്ലൈഡ് വരച്ചിട്ട് പോയിൻറ്റ്സ് മാക്സിമം സിമ്പിൾ ആൻഡ് പ്രിസൈസ് ആകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് തന്നെ എഴുതുക. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഒരു 5 സ്ലൈഡ് തന്നെ തന്നിട്ട് അതിൽ പാരഗ്രാഫ് ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അത് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ തന്നിട്ടുള്ളത്
പോയിൻറ്റ്സ് ആക്കിയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ എഴുതുക. ഓരോ സ്ലൈഡിനും ഓരോ ടോപ്പിക്ക് കൊടുക്കുക. ഓക്കെ, കൺസേൺഡ് ആയിട്ടുള്ള ടോപ്പിക്ക് എന്താണെന്നോ അത് കൊടുക്കുക. ഓക്കെ, സ്ലൈഡിൻ്റെ കാര്യത്തിൽ സംശയം ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം 5 ബോക്സ് വരയ്ക്കുക. ബോക്സ് മീൻസ് സ്ലൈഡ്. ഓക്കെ, 5 ബോക്സ് വരയ്ക്കുക. അതിൽ പോയിൻറ്റ്സ് ആക്കിയിട്ട് തന്നിട്ടുള്ളത് എന്താണോ അത് പോയിൻറ്റ്സ് ആക്കിയിട്ട് എഴുതുക. ഓക്കെ, പ്രോപ്പർ ഹെഡിങ് കൊടുക്കുക. ഓക്കെ, പ്രോപ്പർ ഹെഡിങ് പോയിൻറ്റ്സ്, പ്രോപ്പർ ഹെഡിങ് പോയിൻറ്റ്സ്. ഹെഡിങ് കൊടുക്കുക, അതിൽ പോയിൻറ്റ്സ്. ഇങ്ങനെയാണ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, എന്താണോ തന്നിട്ടുള്ള ടോപ്പിക്ക് എന്ന് വൃത്തിക്ക് വായിച്ച് നോക്കുക. തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചതിന് ശേഷം സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മീൻസ് ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ 2021 എടുത്ത് 2021 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം നോട്ട് ഫോം ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. ഓക്കെ, പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ പാരഗ്രാഫ് തന്നിട്ട് അതിൽ 5th ക്വസ്റ്റ്യൻ നോട്ട് ഫോം ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ സ്പീച്ച് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. എഡിറ്റിംഗ് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓക്കെ, നോട്ട് ഫോം എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സബ് ഹെഡിങ് കൊടുത്തിട്ട് അതിൽ വരുന്ന സബ് പോയിൻറ്റ്സ് എഴുതുക. അതിൽ സബ് പോയിൻറ്റ്സിൽ വരുന്ന പോയിൻറ്റ്സ് മറ്റ് എടുത്ത് എഴുതുക. പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിപ്പോൾ മുന്നേ. എഡിറ്റിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. തന്നിട്ടുള്ള പാരഗ്രാഫ്, തന്നിട്ടുള്ള പാസേജിൽ അത് എവിടെയാണോ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് ആ ഒരു പാരഗ്രാഫിൽ ആ ഒരു സെൻറ്റൻസിലെ ബിഗിന്നിങ്ങിലോ എൻഡിങ്ങിലോ നമുക്കൊരു ക്ലൂ അവർ തന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും മനസ്സിലാക്കുക. ഈസും വാസും വേർ അതുപോലെ ആർ ഇതെല്ലാം കറക്റ്റാണോ നോക്കുക. ഹാസും ഹാവും ഹാഡും. ഓക്കെ, അതുപോലെ കഴിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ്. കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കുക. ക്ലൂ ഓൾറെഡി ആ സെൻറ്റൻസിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഭാവിയിൽ നടക്കാൻ പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ വിൽ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് സൈറ ബാനു എന്ന ആളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചിലപ്പോൾ മറ്റൊരാളുടെ ആവും. ഓക്കെ, സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമ്മൾ അഭിസംബോധനം അഥവാ വിഷ് ചെയ്തിട്ട് തുടങ്ങുക ഗുഡ് മോർണിംഗ്. പിന്നെ കോഴ്സ്, എവിടെയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്ന് നമ്മൾ പറയൽ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഡിപ്ലോമ എന്നുള്ള കാര്യം എഴുതുക. ഐ ആൾസോ ഹാഡ് സർട്ടിഫിക്കറ്റ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ നമുക്ക് പറയാം. ഐ ആൾസോ ഹോൾഡ് എ സർട്ടിഫിക്കറ്റ് കോഴ്സിങ്. ഓക്കെ, എങ്ങനെ പറയാം. അതുപോലെ നിലവിൽ ഇപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് ജോബ്. ഐ ആം കറൻ്റ്ലി വർക്ക് ആസ് എ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഓക്കെ, അതുപോലെ മൈ ഹോബീസ് ഇൻക്ലൂഡ്, ഹോബീസ് എന്തല്ല എന്ന് പറയുന്ന കാര്യം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ ഹാവ് ഗെയിൻഡ്, ഇതെല്ലാം നമ്മൾ അഡീഷണലി ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ ഈ ലാസ്റ്റ് പാരഗ്രാഫ് ഇതൊന്ന് പഠിച്ചു വെക്കുക. കാരണം നിങ്ങൾക്ക് തരുന്ന സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഇത് ഉണ്ടാവില്ല, നമ്മൾ അഡീഷണലി ആഡ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽപ്പെടുത്തുന്നു. അടുത്തത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഓൾറെഡി 4 to 5 പോയിൻറ്റ്സ് അവർ തന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ ആസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ ദിസ് ദെൻ ദ ഫൈനലി ഇതെല്ലാം ആഡ് ചെയ്തിട്ട് പാരഗ്രാഫ് പ്രിപ്പയർ ചെയ്യുക. കോൺവെർസേഷൻ്റെ കാര്യം പറയാനെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോൺവെർസേഷൻ ഇത്ര എക്സ്ചേഞ്ച് വേണം എന്ന് പറഞ്ഞിട്ടാവും പറയുക. ഇനിയല്ല എന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ കംപ്ലീഷൻ ആവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. ഓക്കെ, പിന്നെ അതുപോലെ ഇമെയിൽ ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേറ്റ് ഫ്രം ടു സബ്ജക്റ്റ് ബോക്സ് വരക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അതല്ല മറ്റൊരു ഫോർമാറ്റുള്ളത് ഫ്രം BCC BC കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഫ്രം ടു CC BCC സബ്ജക്റ്റ് അത് എഴുതി ശീലിച്ചവർക്ക് അങ്ങനെ എഴുതാൻ തെറ്റില്ല. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഫോർമാറ്റ് പറയുന്നുണ്ട് പേജ് നമ്പർ 79 ഡേറ്റ് ഫ്രം ടു സബ്ജക്റ്റ് ഇപ്പോൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
പിന്നെ ഇമെയിൽ പറഞ്ഞു ഗ്രാഫ് സമ്മറൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ തുടങ്ങണം, 3 പാരഗ്രാഫ് വേണം, ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, ദ ബാർ ഗ്രാഫ് സമ്മറൈസസ് എന്ന് പറഞ്ഞു തുടങ്ങും. എന്താണോ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതുപോലെ എടുത്തെഴുതുക. ബോഡി പാരഗ്രാഫിൽ ട്രെൻഡ്സ് പറയുന്ന വേർഡ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം യൂസ് ചെയ്യുക. കൺക്ലൂഡിങ് പാരഗ്രാഫിൽ ഇൻ കൺക്ലൂഷൻ ടു സം അപ്പ് എന്ന് പറഞ്ഞ് കൺക്ലൂഡിങ് പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യുക. സ്ലൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 സ്ലൈഡാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. സ്കെയിൽ പെൻസിൽ വെച്ചിട്ട് ബോക്സ് എല്ലാം വരച്ചിട്ട് ഹെഡിങ് കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള പോയിൻറ്റ്സ് എടുത്തെഴുതാം. ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും പോയിൻറ്റ്സ്, ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഫസ്റ്റ് 2021 ഓൺവേർഡ്സ് ലാസ്റ്റ് ഇയറിൽ വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, ഡിസ്കസ് ചെയ്തതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.